ചേർത്തല സ്വദേശിയും മൃഗസ്നേഹിയുമായ സുരേഷ് ഏണായിക്ക് ഒരു യാത്രക്കിടെ കോയമ്പത്തൂരിൽ നിന്നാണ് 4 നായ്ക്കളെ ലഭിച്ചത്. വാഹനാപകടത്തിൽ മരിച്ച അമ്മയ്ക്കരികിൽ നിന്ന് ദിവസങ്ങൾ മാത്രം പ്രായമുള്ളവയെ സുരേഷ് നാട്ടിലേക്ക് കൊണ്ടുവന്നു. 1 മാസത്തോളം വീട്ടിൽ വളർത്തിയ ശേഷം ഏറ്റെടുക്കാൻ ആളെ തേടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. 2 എണ്ണത്തിന് ഉടൻ ആവശ്യക്കാർ വന്നു. ബാക്കി 2 എണ്ണത്തെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്തു. കണ്ണകിയും വാസുകി എന്ത് പറയുന്നു? സുഖമാണ്, ഇണങ്ങി, എല്ലാവരുമായിട്ട് ഇണങ്ങി, ഫാമിലി എല്ലാവരുമായിട്ട് ഇണങ്ങി. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം നമ്മളിവിടെ ആടിനെ വാങ്ങിച്ചപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നല്, എന്താ നോക്കാനായിട്ട് ഒരു ആടിനെ വളർത്തി കഴിച്ചാലേ പിന്നെ തൊഴിലാളികൾ അതിന് പുറകിന് പോകണ്ടല്ലോ, ഇവന്മാർ അതിനെയും കൊണ്ട് പോയിക്കൂടല്ലോ. നോർമലി അതാ സിസ്റ്റം. ആട്ടിടയന്മാർ ആടിനെയും കൊണ്ട് പോയിട്ട് അഴിച്ചു വിടും. എന്നിട്ട് 3 4 ഇതേ പട്ടികളുണ്ടാവും. കൊള്ളുവരിയനോ രാജവാളയോ കോമ്പിയോ ഏതെങ്കിലും 3 ബ്രീഡുണ്ടാവും. അവരിതിൻ്റെ പുറകിന് പോകും. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ഇവനാണ്. കാര്യം ഇത് പുലിയുടെ മാതിരിയോ ഒരു മുട്ടനാടിൻ്റെ സൈസിൽ വരും. അപ്പോൾ സാധാരണഗതി ഒരാൾക്ക് കയറി ഒരാടിനെ എടുത്തിട്ട് പോകാനോ മോഷ്ടിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു നായെ കൂടെ കിട്ടിയാൽ നല്ലതായിരുന്നു ആടിനെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഭാഗ്യത്തിൽ ശ്രീ സുരേഷ് ഏണായി അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിലിട്ടു. അപ്പം മാഡം ഉടൻ തന്നെ ഇത് കണ്ടുകൊണ്ടേ തന്നെ ആളിനെ വിളിച്ചു. പെട്ടെന്ന് തീരുമാനിച്ച് വണ്ടിയായിട്ട് പോയി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. 100 ദിവസത്തെ പരിശീലനം കൊണ്ട് കണ്ണകിയും വാസുകിയും അജപരിപാലനത്തിന് പ്രാപ്തരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.